നമ്മളെ വൈദ്യുതിപ്പിള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വയനാടിന്റെ പുനർനിർമ്മാണം വൈകുന്നതിന്റെ ഉത്തരവാദി ആരാണ്? കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിച്ചിരുന്നത്. ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ദുരിതമുണ്ടായപ്പോൾ അവരെ ഓടിയെത്തി ആശ്വസിപ്പിക്കുകയും അവിടെ കടന്നു വന്ന് അവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി കുഞ്ഞു കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മവൊക്കെ ചെയ്തൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ട്. അതെല്ലാം വെറും കാപട്യം മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നത്. ആ പ്രധാനമന്ത്രിയോടൊപ്പം നിന്ന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആ ജനങ്ങളുടെ ദുരിതം കാണാനല്ല, ഒരു ഷോയ്ക്ക് വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുക. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കണ്ടത്. പക്ഷേ വളരെ നിരാശാജനകമായ ഫലമാണ് അതിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടാണോ മറ്റേതെങ്കിലുമുള്ള ചേരിതിരിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ ജനങ്ങളെ ഈ രീതിയിൽ അവഗണിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. എല്ലാവരും വാക്കാൽ പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വയനാട്ടിലെ ഇപ്പോഴത്തെ MP കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട പ്രകാരം 200 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെ അതിൻ്റെ അലോട്ട്മെൻറ്റ് വരികയോ ഫണ്ട് വരികയോ ചെയ്തിട്ടില്ല. അത് വരാതെ ഒന്നും നടക്കില്ല എന്ന ഡിസിഷനിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ 600 കോടി രൂപ ഉണ്ടെന്നാണ് അറിയുന്നത്. കൃത്യമായിട്ട് അറിയില്ല. അതിൽ നിന്നും കഴിയുന്ന സഹായം ഇവർക്ക് കൊടുക്കാനോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറാകുന്നില്ല. കേന്ദ്രത്തിന് പണം കിട്ടാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ വീണ്ടും കഷ്ടത്തിലേക്കും ദുരിതത്തിലേക്കും നീങ്ങുകയാണ്. അവർക്ക് മരുന്ന് വേണം, വസ്ത്രം വേണം, ആഹാരം വേണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വീടിന്റെ അവർക്ക് വസിക്കുന്നതിന് ആവശ്യമായ വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന കാര്യത്തില് ഈ ഗവൺമെന്റുകൾ കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ കാണിക്കുന്ന അലംഭാവത്തിന് ഒരിക്കലും ഒരു നീതീകരണമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തില് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേട്ടനും അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി നിന്നുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ തികച്ചും അവജ്ഞയോടുകൂടി കാണുന്നത് പ്രതിഷേധാർഹമാണ്. ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം കുറേ പിരിച്ചു മുഖ്യമന്ത്രിയുടെ ആ പൈസ പ്രധാനമായിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലുമില്ല. ഒത്തിരി പേര് സ്ഥലം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. മേടിച്ച് കൊടുത്താൽ സഭയായിട്ട് അനേക നൂറുകണക്കിന് വീടുകൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പല സംഘടനക്കാരും. ബാംഗ്ലൂരിൽ നിന്ന് വരെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ സർക്കാർ അത് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കേരള സർക്കാരാണ് ഇതിന് പ്രധാന കക്ഷികൾ. ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്തില്ല. അതാണ് പ്രധാനമായിട്ട്. കേന്ദ്ര സർക്കാർ അതിൻ്റെ ഡബിളാണ്. വയനാട്ടിലെ കൃഷിഭൂമിയും കാർഷിക മേഖലയിലെ തകർച്ചയും ഇതെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ദുരിതബാധിതരെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും കണ്ട പാവം പോലും നടിക്കാതെ ഈ ജനത്തിനെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിനോ അതിന് വേണ്ട മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനോ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വയനാട് സന്ദർശിച്ചിട്ട് ആ ജനങ്ങളെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. വയനാടിന്റെ പുനർനിർമ്മാണം വൈകുന്നതിന്റെ ഉത്തരവാദികൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ വയനാടിനെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കണം. പിണറായി സർക്കാർ കൃത്യമായ കണക്ക് ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം. അതേ അവസരത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായ ഉടനെ തന്നെ അടിയന്തര സഹായങ്ങൾ നൽകുന്നതിൽ ശുഷ്കാന്തി കാണിച്ച കേന്ദ്ര സർക്കാർ, എന്നാൽ കേരളത്തിലെ ഇത്ര വലിയൊരു ദുരന്തം ദേശീയ ദുരന്തമായി കാണുന്നതിനോ
അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറായില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വമാണ് കാണിക്കുന്നത്.